എല്ലാവർക്കും നമസ്കാരം. സച്ചിതം ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും തന്നെ ക്ഷേത്ര ദർശനം നടത്താറുണ്ടല്ലേ? മനസ്സിലുള്ള ആഗ്രഹങ്ങളും ആദികളും ഒക്കെ ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അതിനൊക്കെ പരിഹാരം കണ്ടെത്താറുമുണ്ട്. എന്നാൽ എല്ലാ ദുഃഖങ്ങളും അകറ്റുന്ന ഒരിടത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഏത് തരത്തിലുള്ള വിഷമങ്ങളും നീക്കുന്ന ഒരിടം. വിശ്വസിക്കാൻ അല്പം പ്രയാസം തോന്നുമെങ്കിലും അങ്ങനെയും ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഹരിയും ശങ്കരനും ഒന്നിച്ചു വാഴുന്ന ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. അതിവിടെയല്ല, തിരുനെൽവേലിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ അതിപ്രാചീനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനെൽവേലിയിലെ ശങ്കരനാരായണ ക്ഷേത്രം. AD 943 നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. എന്തുതന്നെ ആയാലും ആഗ്രഹ സാഫല്യത്തിനായി 100 കണക്കിന് വിശ്വാസികളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ചുള്ള പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഭൂമിയെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത്. ദീർഘകാലമായി വീടില്ലാത്തവരും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുമൊക്കെ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ എല്ലാം സഫലമാകുമെന്നാണ് വിശ്വാസം. ഒത്തിരി സമയമെടുത്ത് കാണാനുള്ള കാഴ്ചകളും ഉപക്ഷേത്രങ്ങളും ഒക്കെയുണ്ട് ഈ ക്ഷേത്രത്തിൽ. 9 നിലകളോടുകൂടിയ ഗോപുരമാണ് ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. 125 അടി ഉയരമുള്ള ഗോപുരം 16 അടി നീളവും 15 അടി വീതിയുമുണ്ട്. കാര്യസാധ്യത്തിനും അനുഗ്രഹത്തിനുമായി ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട്. ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ഉപക്ഷേത്രങ്ങളിൽ ഓരോരുത്തരുടെ അടുത്തെത്തി പ്രാർത്ഥിച്ചാലും വ്യത്യസ്തങ്ങളായ ഫലങ്ങളാണ് ഉണ്ടാവുക എന്നാണ് വിശ്വാസം. ശങ്കരലിംഗർ ആണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഗോമതി അമ്മാൾ, ശങ്കരനാരായണൻ തുടങ്ങിയവർക്കും ഇവിടെ ഉപക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ തന്നെയാണ് ശങ്കരലിംഗരെ ആരാധിക്കുന്നത്. ഹരിയെയും ശങ്കരനെയും ഒരുപോലെ കണക്കാക്കി ആരാധിക്കുന്ന ക്ഷേത്രമാണെങ്കിലും ഇവിടെ കൂടുതലും ആളുകൾ എത്തുന്നത് ഗോമതി അമ്മാളിനോട് പ്രാർത്ഥിക്കുവാനാണ്. ഈ ക്ഷേത്രത്തിലെത്തി അമ്മാളിനോട് പ്രാർത്ഥിച്ചാൽ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും നേരെയാവുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഗോമതി അമ്മാളിനെ തേടിയെത്തുന്നവരിൽ കൂടുതലും സ്ത്രീകളാണ്. കാരണം അമ്മാളിനെ പ്രാർത്ഥിച്ചാൽ സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേക പൂജ കഴിഞ്ഞ് ലഭിക്കുന്ന പാല് കഴിച്ച് പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ഒരു ആഘോഷമാണ് ഇവിടുത്തെ രഥയാത്രയും ആടി തപസ്സും. ആടിമാസത്തിൽ നടക്കുന്ന രഥയാത്രയിൽ പങ്കെടുക്കുവാനായി തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒരുപാട് ആളുകൾ എത്താറുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരാചാരമാണ് ഇവിടുത്തെ ആടി തപസ്. ഒറ്റക്കാലിൽ നിന്ന് ശിവനെ പ്രീതിപ്പെടുത്തുവാനായി നടത്തുന്ന തപസ്സാണിത്. രഥയാത്രയോടനുബന്ധിച്ചാണ് ഇതും നടത്തുക. ശങ്കരനാരായണ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ഇടമാണ് തുളസി തീർത്ഥം. ഈ തീർത്ഥത്തിലെ ജലം സേവിക്കുന്നത് ഏറെ പുണ്യകരമായ ഒന്നായാണ് വിശ്വാസികൾ കണക്കാക്കുന്നത്. മാവിലയിൽ നെയ്യൊഴിച്ച് ദീപം കത്തിക്കുന്നതും ഇവിടുത്തെ മറ്റൊരു ആചാരമാണ്. സർപ്പകോപവും സർപ്പശാപവും മാറുവാൻ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതി എന്നൊരു വിശ്വാസവുമുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പുറ്റുമണ്ണ് വിഭൂതിയായി നെറ്റിയിലിട്ടാൽ ഏതു സർപ്പദോഷവും മാറുമെന്നും സർപ്പശാപത്തിൻ്റെ ശക്തി ഏൽക്കില്ല എന്നുമാണ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ ശങ്കരൻകോവിൽ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുനെൽവേലി ബസ് സ്റ്റാൻഡിൽ നിന്നും ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ശങ്കരൻകോവിലേക്ക് ബസ്സുണ്ട്. 52 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. ഇപ്പോൾ ഈ ക്ഷേത്രം തെങ്കാശി ജില്ലയിലാണ് എന്ന് പറയുന്നു. ക്ഷേത്രത്തിൻ്റെ സമയം പുലർച്ചെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും ഉച്ച കഴിഞ്ഞ് 4 മുതൽ രാത്രി 8 മണി വരെയുമാണ്. ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ സാമ്പത്തിക വിഷമങ്ങളെല്ലാം മാറി സാമ്പത്തിക ഭദ്രത കൈവരും എന്നൊരു വിശ്വാസവുമുണ്ട്.